സലിം കുമാർ എന്ന നടൻ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ മൃതദേഹത്തിന് തീ കൊളുത്തിയിരിക്കുന്നു. അങ്ങനെ ആ അവസാന യാത്രയും പൂർണ്ണമായിരിക്കുന്നു. അദ്ദേഹം നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ആ അന്ത്യയാത്ര ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അവിടെ ഒത്തുചേർന്നിരിക്കുന്ന ആളുകൾ, മലയാളികൾ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്. മലയാള സിനിമയിലെ ചിരിയുടെ ഒരു നോൺ സ്റ്റോപ്പ് വണ്ടിയായിരുന്നു സലിം കുമാർ എന്ന് തന്നെ പറയണം. ഓരോ വാക്കുകളിലും നർമ്മമൊളിപ്പിച്ച ഒരു സിനിമാ നടൻ, നമ്മളെയൊക്കെ ചെറുപ്പം മുതൽ തന്നെ ചിരിപ്പിച്ച, തലമുറകളെ ചിരിപ്പിച്ച ഒരു മഹാനടൻ. ആ മഹാനടനാണിപ്പോൾ നമ്മളെയൊക്കെ വിട്ട് പിരിയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സിനിമയിൽ മാത്രമേ കാണാനാകൂ. അദ്ദേഹം നമുക്കൊക്കെ നൽകിപ്പോയ ആ വാക്കുകൾ, നർമ്മങ്ങൾ, അതിലൂടെ മാത്രമേ നമുക്കിനി സലിം കുമാർ എന്ന വ്യക്തിയെ ഓർക്കാനാവൂ. എങ്കിലും ഇനിയുള്ള തലമുറകളിലുമൊക്കെ സലിം കുമാർ എന്ന ആ മഹാനടനും അദ്ദേഹത്തിൻ്റെ നർമ്മങ്ങളും ജീവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു നടനാണ് ഇപ്പോൾ നമ്മളെയൊക്കെ വിട്ട് യാത്രയായിരിക്കുന്നത്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചു പോലും കാണില്ല ഇത്ര പെട്ടെന്ന് സലിം കുമാർ നമ്മളെയൊക്കെ വിട്ടു പോകും, അല്ലെങ്കിൽ ഇത്ര അപ്രതീക്ഷിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണമെന്നത്. അങ്ങനെ ഒരു വിട പറച്ചിലായിപ്പോയി സലിം കുമാർ എന്ന ആ മഹാനടൻ്റേത്. ഇപ്പോൾ അവിടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. നവമി ചേരുന്നുണ്ട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാവരും പിരിഞ്ഞു പോവുകയാണല്ലേ? അനുശ്രീ, സലിം കുമാർ എന്ന നടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. അടുത്ത ബന്ധുക്കളും സഹപ്രവർത്തകരും ചുറ്റുമുണ്ട്. ഇനി സലിം കുമാർ എന്ന നടൻ നമ്മൾ സിനിമയിലൂടെ മാത്രമായിരിക്കും ഓർത്തെടുക്കുക. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു വിയോഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് രാവിലെ കൊണ്ടുപോയിരുന്നു. രാവിലെ 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന്, പനി കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ നേരെ തന്നെ ഈ വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴും ബന്ധുക്കളും ഡോക്ടർമാരും പറയുന്നത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ വരും, ഇതിനേക്കാളും മോശം ഒരു ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയതായിരുന്നു. അന്ന് ആശുപത്രിയിൽ അന്നും ഇതുപോലെ വെന്റിലേറ്ററിലേക്ക് എത്തിച്ചതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു, വീണ്ടും സജീവമായി. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് വയ്യാതാവുകയും ഇന്നലെ 5 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ന്യൂമോണിയായി മാറുകയും ഈ പനി ന്യൂമോണിയായി മാറി രാത്രി ഒരു 5:45 10:45 അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. അദ്ദേഹം ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത് മുതൽ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെല്ലാം രാവിലെയും രാത്രിയും ഒക്കെ ആശുപത്രിയിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും നടൻ ദിലീപും രമേശ് പിഷാരടിയും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കാരണം അത്രയേറെ ആത്മബന്ധമാണ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അവസാന നിമിഷവും അദ്ദേഹത്തിനോടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ബന്ധുക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവസാന നിമിഷവും. അവർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്നലെ നമ്മൾ ഈ സമയത്ത് ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു. പിന്നീട് രാത്രിയോടുകൂടി സലിം കുമാർ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കുന്നത് പിന്നീട് ഇന്ന് രാവിലെ മുതൽ അമൃത ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്ന് ടൗൺ ഹാളിലേക്കും വീടിലേക്കും ഒക്കെ ജനപ്രവാഹമായിരുന്നു. അത്രയേറെ തിരക്കായിരുന്നു. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോഴും കാണാൻ കഴിയാതെ മടങ്ങിയവരുമുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്രയേറെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിൽ നിന്നൊക്കെ മനസ്സിലാകും സലിം കുമാർ എന്ന നടൻ മലയാളികൾക്ക് എത്രയും പ്രിയപ്പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ പറവൂർക്കാർക്ക്
സലീംകുമാർ എത്ര പ്രിയപ്പെട്ടവനാണെന്ന് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാകും. പറവൂർ എന്ന നഗരത്തെ, പറവൂർ എന്ന നാടിനെ ഇത്രയേറെ ആളുകളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ശ്രദ്ധേയനാക്കിയതിൽ ഒരാൾ സലീംകുമാർ തന്നെയാണ്. അത് വി.ഡി. സതീശനും തന്റെ മുഖ്യമന്ത്രിയും തന്റെ ഫേസ്ബുക്കിൽ അത് കുറിക്കുകയും ചെയ്തിരുന്നു. പറവൂർ എന്ന നാടിനെ പിന്നീട് അത് സലീംകുമാറിന്റെ നാടാക്കി മാറ്റിയിരുന്നു. പിന്നീട് പറവൂർക്കാർ എന്ന് പറയുന്നത് സലീംകുമാറിന്റെ നാട്ടുകാരനാണെന്ന് പറയുന്ന, പറവൂരാണെന്ന് പറയുമ്പോൾ അത് സലീംകുമാറിന്റെ നാടാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പറവൂർക്കാരെ മാറ്റി. പിന്നീട് രാഷ്ട്രീയമായി അദ്ദേഹത്തിൽ തന്റെ നിലപാടുകൾ എപ്പോഴും തുറന്നു പറയുന്ന വ്യക്തിയായിരുന്നു. അച്ഛന്റെ കോൺഗ്രസ് പാത തന്നെയാണ് മകൻ സലീംകുമാറും പിന്തുടർന്നത്. ഒരു രാഷ്ട്രീയ വേദികൾ, കോൺഗ്രസ് വേദികളിലൊക്കെ നിറസാന്നിധ്യമായ വ്യക്തി കൂടിയായിരുന്നു സലീംകുമാർ. പിന്നീട് തന്റെ മകനും അതേ പാത പോലെ സിനിമയിൽ അതേ പാത പിന്തുടർന്നു. മകനും കോൺഗ്രസ് വേദികളിൽ അച്ഛനോടൊപ്പം എത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം എല്ലാം തന്നെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പല അഭിമുഖങ്ങളിലൂടെ പറഞ്ഞതാണ്. വളർന്നു വന്ന ജീവിത സാഹചര്യം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നും തന്റെ ഈ മിമിക്രി എന്ന തന്റെ ആ ഒരു പാഷനെ അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ആ അവസരങ്ങളിലേക്ക് അതിനുവേണ്ടി പ്രയത്നിച്ച് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട, സിനിമയിൽ പോലും പലയിടങ്ങളിലും തഴയപ്പെട്ട ഒരു വ്യക്തിയാണ് പിന്നീട് മലയാള സിനിമയിലെ അഭിഭാജ്യ ഘടകമായി മാറിയത്. ആ ഒരു വളർച്ച അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ച തന്നെയായിരുന്നു സലീംകുമാറിനെ. നമ്മൾ സാധാരണ ഒരു സിനിമയിലെ നടൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ട രൂപമോ അല്ലെങ്കിൽ നിറമോ ഒന്നും തന്നെ യാതൊരു മാനദണ്ഡവുമില്ല എന്ന് തെളിയിച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് സലീംകുമാർ. പിന്നീട് നമ്മൾ സലീംകുമാറുള്ള ചിത്രങ്ങൾ കാണുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്നൊരു ചിത്രമായി മാറും. പിന്നീട് അതിൽ നമ്മളെ കരയിപ്പിക്കും. ക്രേസി ഗോപാലൻ പോലുള്ള സിനിമകളിലൊക്കെ വളരെ തമാശ രൂപേണ പല തമാശ ഡയലോഗുമൊക്കെ പറഞ്ഞ് പല അഭിനയമൊക്കെ കാഴ്ചവെച്ച ശേഷം പിന്നീട് ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം പറഞ്ഞ് നമ്മുടെയൊക്കെ കണ്ണ് നനയിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സലീംകുമാർ. അങ്ങനെ സലീംകുമാർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മൾ ഇപ്പോഴും പറയും. നമ്മുടെ സൗഹൃദങ്ങൾ